Question number 75, page number 52. Online ഇരിക്കുന്ന ആൾക്കാർ ശരിക്കും ശ്രദ്ധിക്കുക. The rate constant for the first order decomposition of H2O2 is given by the following equation. Log K equal to 14.2 minus 1 into 10 raised to 4 divided by T. K. Calculate EA for this reaction and rate constant K if its half-life period be 200 minutes. We have already given. Also given R equal to 8.314. ഇത്രയാണ് ക്വസ്റ്റ്യൻസിൽ വന്നിരിക്കുന്നത്. എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്തായിരിക്കും? ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ടോട്ടൽ 30 ക്വസ്റ്റ്യൻ ആണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അതിലെ എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണിത്. ഫാസ്റ്റ് ഇയറിലും വന്നേക്കുന്നതാണ്. കിട്ടിയ ആൾക്കാരൊന്ന് പറഞ്ഞേ. കിട്ടിയാ? കണ്ടതാണ്. പക്ഷെ അവർക്ക് വേണ്ടത് ഈ മറ്റേതിൽ ഇന്ന് കണ്ടതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഈ ചാപ്റ്റർ മാത്രം ശ്രദ്ധിക്കുക. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് അവർ ആണെങ്കിൽ അവർ, ഇയർ ആണെങ്കിൽ ഇയർ കേട്ടോ. സെക്കൻഡ് ആക്കേണ്ടത് ഏത് ചാപ്റ്ററാണ്? ഇലക്ട്രോകെമിസ്ട്രി. ഇലക്ട്രോകെമിസ്ട്രിയിൽ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോസിസ്. അതിൽ കുളിംസ് വരില്ല. ക്യൂബിക് ഐറ്റി. അതിൽ നമ്മൾ സെക്കൻഡ് ആക്കണം കേട്ടോ. ഓക്കെ, ഓർത്ത് നോക്കുക. സെക്കൻഡ് ആക്കേണ്ടത് അതിലാണ്. ആരെങ്കിലും ഒരാൾ ശരിയാക്കിയിട്ട് വേണം. കിട്ടി? ഏറ്റവും എളുപ്പമാണ്. ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. കിട്ടിയാലോ? എങ്ങനെയാ ചെയ്തത്? ഉപയോഗമുണ്ടോ? എന്നിട്ട് കണ്ടതാ പറ്റും. പറ്റിക്കാൻ വേണ്ടി യൂണിറ്റ് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇതിന് ഒരു വഴിയേ ചെയ്യാൻ പറ്റുള്ളൂ. ആരെങ്കിലും ഒരാളെങ്കിലും കറക്റ്റ് ആക്കണമെന്നാണ്. നമ്മള് 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ ചെയ്തതാണ്. പെട്ടെന്ന് ആൻസർ പറഞ്ഞാൽ എന്ത് സിമ്പിൾ, ഒറ്റ ലൈനേ ഉള്ളൂ. അത് മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ. മറ്റേത് കണ്ടെത്താൻ പറ്റില്ല. ഈ കണ്ടെത്തുന്നതിന് കോമൺ ലോജിക്കാണ് ആക്ച്വലി ഏറ്റവും എളുപ്പമുള്ളതാണ്. അതെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എല്ലാ ആൾക്കാരും ടെക്സ്റ്റ് ബുക്ക് ആരെങ്കിലും ഇല്ല. ടെക്സ്റ്റ് ബുക്കില്ല. ടോട്ടൽ 30 ക്വസ്റ്റ്യൻ ആണുള്ളത്. ആ 30 ക്വസ്റ്റ്യനില് ഇത് കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ ക്വസ്റ്റ്യൻ തന്നെയാണത്. അത് ഫാസ്റ്റ് ഇയറിൽ വന്നിട്ടുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു സെക്കൻഡ് പോലും വേണ്ട. ഇതിന് ആൻസർ അവിടെ കിട്ടും എല്ലാ കുട്ടികൾക്കും. ആ കെ പറ്റിക്കാൻ ടൈമാണ്. യൂണിറ്റ് ആണ് ആക്ച്വലി. അത്രയൊന്നും പോണ്ട. ഒന്നുമില്ല. ഇത് ഭയങ്കര സിമ്പിളാണ്. അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ടെക്സ്റ്റ് ബുക്കിലാണ്. അതുകൊണ്ട് പെട്ടെന്ന് കിട്ടുന്നതാണ്.
അവിടെ കിട്ടി കണ്ട ആലോചിച്ച് എങ്ങനെയാ ചെയ്യുന്നത്? ഓക്കെ, നല്ല കാര്യം കേട്ടോ. ഇതില് ഒരു പോർഷൻ എല്ലാവർക്കും കണ്ടെത്താൻ പറ്റാവുന്നതാണ്. ഏതാണ് ആ പോർഷൻ? അല്ലെ, ടി ഹാഫ് വെച്ച് ലാസ്റ്റ് പോർഷൻ ഈസിയാണ്. മറ്റേ പോർഷൻ എന്ന് പറയുന്നത് കിട്ടിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ആ കിട്ടി അല്ലേ? കണ്ടു പറഞ്ഞു മാച്ച് ചെയ്യല്ലേ? ഓർമ്മയുണ്ട് അല്ലെ? ഇതിനും പറഞ്ഞല്ലേ? ഓക്കെ, ഒരാൾക്കെങ്കിലും ഓർമ്മയുണ്ട്. ഇതേ കുറെ പ്രാവശ്യം പറഞ്ഞാണ്, കാണുമ്പോ തന്നെ എളുപ്പമാവും. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോ തന്നെ ഞാൻ ഇതിന്റെ ആൻസർ കീയിലേക്ക് പോകും. അതുകൊണ്ട് എന്ത് ചെയ്യും, എല്ലാവർക്കും ഈസി. അത് പിന്നെ നല്ലതാവും. ഇവിടെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം, log a ഈക്വേഷൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ എല്ലാവരും ആ ഇക്വേഷൻ എഴുതണം കേട്ടോ. ഓർത്ത് വെക്കാം, log equal to എന്ന് എഴുതിയ log a minus a by 2.303 RT. ഇനി നിങ്ങൾക്ക് തന്നേക്കുന്ന ഇക്വേഷൻ കൂടി എഴുതാം. log a equal to എന്തായിരുന്നു? log a equal to എത്രയായിരുന്നു? 14.2. നമ്മളിവിടെ കുറെ പ്രാവശ്യം ചെയ്തതാണ്. 1 into 10 raised to 4 by t. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണ്? ഇവിടെ നമുക്ക് k എന്ന് പറയുന്നത് വേറൊരു k ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, വേറെ ഹാഫ് ലൈഫ് ആണ് തന്നിരിക്കുന്നത്. ഈ ആ k ഈ k ആണെന്ന് ഒന്നാമോ അവർ പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്ന് e കണ്ടെത്തണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ log a യും സെയിം ആണ്. ഇക്വേഷൻ കമ്പാരിസൺ ആണ്. log a യും സെയിം ആണ്. then log a അതുപോലെ തന്നെയാണ്. പക്ഷെ ഈ ടെമ്പറേച്ചർ അറിയില്ല. സെയിം ടെമ്പറേച്ചർ ആണെന്ന് പറഞ്ഞത്, സെയിം ടെമ്പറേച്ചർ നമുക്ക് അറിയില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനെ മാച്ച് ചെയ്യണം. ഈ ഇക്വേഷനെ മാച്ച് ചെയ്താൽ ഇതൊക്കെ എന്ത് ചെയ്യും? കട്ടായി പോകും. ശരിയല്ലേ? പുറത്തു നോക്കാം, ഇതും സെയിം ആണ്. അപ്പൊ എന്താവും? കട്ടായി പോകും. അങ്ങനെ കട്ടായി പോകുമ്പോ ഈ ഒരു പോർഷൻ ആൻഡ് ഈ പോർഷൻ ഇത് രണ്ടും സെയിം ആണ്. അത്ര അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ എക്സാം എഴുതുമ്പോ എങ്ങനെ എഴുതണം? ഈ ഇക്വേഷൻ എഴുതണം. ഈ ഇക്വേഷൻ ഇത് തന്നെ കണ്ടെത്തണം അവർ പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായി? ഈ ഇക്വേഷൻ ഇവര് തന്നേക്കുന്നത് ഇതാണ്, ഇതിൽ നിന്ന് കണ്ടെത്തണം എന്നവർ പറയാണ്. അങ്ങനെ വരുമ്പോ നമ്മള് ഇതിന്റെ ബേസിക് ഇക്വേഷൻ ഇതാണ്. ബേസിക് ഇക്വേഷനിൽ log a സെയിം ആണ്. ഈ ടെമ്പറേച്ചർ അവർ പറഞ്ഞേക്കുന്നത് നമുക്ക് അറിയില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ ടിയും ടിയും എന്താവും? ക്യാൻസൽ ആയി പോകും. അപ്പൊ ഇക്വേഷൻ എടുത്ത് എഴുതാം. എന്തായിരുന്നു? EA ഡിവൈഡഡ് ബൈ 2.303 മാച്ച് ചെയ്യാണ് ഇക്വേഷൻ കേട്ടോ. ഓർത്തോക്കാം, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ ആണത്. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരേ ഒരു ക്വസ്റ്റൻ ആണ് വന്നേക്കുന്നത്. ഇതിന്റെ തൊട്ട് താഴെയുള്ള ക്വസ്റ്റൻ ആണ് നമ്മൾ പറയുന്ന ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റൻ. ഫാസ്റ്റ് ഇയറിൽ വന്നിട്ടില്ല, പക്ഷെ അത് തന്നെയാണ് എക്സസൈസിലെ ക്വസ്റ്റൻ ആണ് ടഫസ്റ്റ്. 10⁻⁴ ആണോ അവിടെ അല്ലെ? -4 അല്ലേ? 4 തന്നെയാണ് അല്ലെ? 10⁻⁴ ഡിവൈഡ് ബൈ t. ഈ കെൽവിനൊക്കെ തന്നേക്കുന്നത് പറ്റിക്കാനാണ്. ഈ ടിയും ടിയും കട്ടായി. ആൻസർ എന്താ? E equal to ഒന്ന് പറഞ്ഞേ. E equal to 1 into 10⁻⁴ into 2.303 കാറിന്റെ അറിയാലോ, 8.314. ഇത്രയുള്ള പരിപാടി. ഈ കിട്ടി. കാൽക്കുലേഷൻ ഒക്കെ ഈസിയാണ് ആക്ച്വലി. വീട്ടിൽ പോയിട്ട് ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ടോട്ടൽ 30 ക്വസ്റ്റ്യൻ, അതിന് തൊട്ട് മുകളിൽ ഈ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞുകൊണ്ട് കിടപ്പുണ്ട്. അതും കൂടി നോക്കാൻ 2 വെച്ചിട്ട് അവിടെ തീർന്നു. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയും. കണ്ടോ? നമ്മൾ എവിടെന്നാ തുടങ്ങണേന്ന് മനസ്സിലായോ? ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇത് ചെയ്തു, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത് ചെയ്തു, കണ്ടോ? ഇത് വെച്ച് ചെയ്തു. കണ്ടോ? ഈ ഇക്വേഷൻ ടെക്സ്റ്റ് ബുക്കിലുണ്ടോ? ഡിറൈവ്ഡ് ഇക്വേഷന്റെ ഒരു പോർഷൻ ആണ് ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ വേണ്ടിയിട്ടാണ്. സാധാരണ അധികം വരാറില്ല ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഭയങ്കര ഈസി ആയിട്ട് വരിക. അപ്പൊ നോർമലി ഇതേ അതിലെ ഏറ്റവും ടഫസ്റ്റ് ഈ സംഭവമാണ്. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണം ഓരോ ഇക്വേഷന്റെയും 2 എണ്ണം. ഈ ഇക്വേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റത്തെ 30th ക്വസ്റ്റ്യൻ ഓർമ്മ തന്നെ. ആ 30th ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 30ാമത്തെ ക്വസ്റ്റ്യൻ 30 കെമിക്കൽ കെമിസ്ട്രി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അവിടെ ഒരു ടേം ഉണ്ട്, അതാണ് ഏറ്റവും ടോപ്പ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ്. അതേ ഫ്രെയിമില് നിങ്ങൾക്ക് തരാം. പാസ്റ്റ് ഇയറിൽ എത്ര എണ്ണം ചോദിച്ചു? കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്. അതേ ഫ്രെയിം, റിപ്പീറ്റഡ് ഫ്രെയിം ആണ്, അതിൽ നിന്ന് മാറാനില്ല. ആർക്കെങ്കിലും ആ വേർഡ് ഒരു ഓർമ്മയുണ്ടോ? ഇതിപ്പോ നമ്മൾ ഒരെണ്ണം നോർമൽ ഇത് ചെയ്തു, ഇപ്പൊ ഇതിന്റെ ഒരെണ്ണം ചെയ്തു പോകുന്ന പാറ്റേൺ കണ്ടോ? ഇതിലെ ഏറ്റവും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മനസ്സിന് കിട്ടി അല്ലേ? വെരി ഗുഡ് അല്ലേ മനസ്സേ? ഐശ്വര്യ ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ടെക്സ്റ്റ് ബുക്കില ഐശ്വര്യ വായിച്ചേ. ക്വാഡ്രപ്പിൾസ് ഓർമ്മയുണ്ടോ? റേറ്റ് ഓഫ് റിയാക്ഷൻ ക്വാഡ്രപ്പിൾസ് എന്ന് പറഞ്ഞതാ 4 ടൈം ഇൻക്രീസസ്.
റേറ്റ് ഓഫ് റിയാക്ഷൻ ക്വാഡ്രപ്പിൾസ് ടെമ്പറേച്ചർ ഡാഷ് ഫ്രം ഡാഷ്. രണ്ട് ടെമ്പറേച്ചർ തന്നു, ക്വാഡ്രപ്പിൾസ് തന്നു. ക്വാഡ്രപ്പിൾസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? log K2 by K1 എത്രയാവും? 4 ആവും. K2 by K1 4 ടൈം കൂടി എന്നല്ലേ പറയുന്നത്. അപ്പൊ ഇത് 4K, ഇത് 1K. അപ്പൊ K യും K ക്യാൻസൽ ആയ എന്ത് വരും? log 4. log 4 ഈക്വൽ ടു രണ്ട് ടെമ്പറേച്ചർ മാർക്ക് തരുള്ളൂ, വേറെ ഒന്നും തരില്ല. EA ചോദിക്കും, EA കണ്ടെത്തിക്കൂടെ? EA ചോദിക്കും ഉണ്ടോ? എങ്ങനെയാ? ക്വാഡ്രപ്പിൾസ് ചെയ്തു. ക്വാഡ്രപ്പിൾസ് എന്ന് പറഞ്ഞാൽ log എന്ത് വരും? 4 വരും. ഇനി അതിന് സിമിലർ ക്വസ്റ്റൻ ആണ് അടുത്ത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ ക്വസ്റ്റൻ കറക്റ്റ് അല്ലേ കേട്ടോ? ക്വസ്റ്റൻ നമ്പർ ടിക്ക് ചെയ്ത് കേട്ടോ. 75. നിങ്ങള് വളരെ സെലക്റ്റീവ് ആയിട്ട് ഓർഡറിൽ എല്ലാത്തിന്റെയും ടൈപ്പുകൾ വേഗം ചെയ്യാം. അതുവഴി എക്സ്പീരിയൻസ് ചെയ്യാം. കണ്ടോ മനസ്സിലായി? ഇത് എനിക്കറിയാം. ഓക്കെ ചെയ്തു നോക്കണം കേട്ടോ. കൈ ഓടണം, ഇങ്ങനെ നേരെ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ കുറെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കേട്ടോ. ഭയങ്കര സ്ട്രെങ്ത് ആയിരിക്കും. എന്നിട്ട് നിങ്ങൾ നോക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എനർജിയുടെ അതേ യൂണിറ്റ് തന്നെ കേട്ടോ. Question number 73. Question number 73. Question number 73. ടിക്ക് ചെയ്യണോട്ടോ. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ബുക്കുള്ള ആൾക്കാരൊക്കെ ടിക്ക് ചെയ്ത് പോകണം. ബുക്കിന് മുകളിൽ പേരൊക്കെ എഴുതണോട്ടോ നിങ്ങളുടെ. കാരണം ഇവിടെ ചെങ്ങാലും മറന്നൊക്കെ പോയാലും കിട്ടാൻ വേണ്ടിയിട്ടാണ്. 73 ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. The rate of a reaction become 4 times. കേട്ടോ, ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റൻ ആണ്. നിങ്ങൾ തനിയെ ഇംപ്ലിമെന്റ് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാം. നമുക്ക് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യണം. Question number 73, page number 52. കേട്ടോ 73. The rate of a reaction becomes 4 times when the temperature change from 293 Kelvin to 313 Kelvin. Calculate the energy of activation of the reaction assuming that it does not change with temperature. കേട്ടോ ഇപ്പോഴാണ് 4 ടൈം ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ? എങ്ങനെയായിരിക്കും ഇക്വേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? വേഗം ചെയ്യണം കേട്ടോ. log 4 തന്നെയല്ലേ എല്ലാവർക്കും നിങ്ങൾ ഇന്ത്യയിലേക്ക് ചിലപ്പോൾ നമ്മൾ ജനറലി പറഞ്ഞു log 4 ഓക്കെ അല്ലേ? ബാക്കി ടെമ്പറേച്ചർ ഓക്കെ അല്ലേ? log 4 ഓക്കെ അല്ലേ? ഇത് ഇവിടെ എന്തായിരുന്നു? ഇവിടെ log K2 by K1 അതെന്തായിരിക്കും? അതെന്തായിട്ട് എഴുതാം? 4 ടൈം ഇൻക്രീസസ് എന്നാണ് പറഞ്ഞത്. 4K by K. അപ്പൊ കെയും കെയും കട്ടായി പോകും കേട്ടോ. ഇപ്പൊ log 4 വരും കേട്ടോ. ഇവിടെ log 4 എന്ന് എഴുതാം. ആണോ? മര്യാദക്ക് എഴുതിയാൽ കിട്ടിയുള്ളൂ. കെ ആ പോലെയാണ് കണ്ടാക്കുന്നത്. ഇവിടെ പറയാം എഴുതേണ്ട ആവശ്യമില്ല. ഈ ഇക്വേഷൻ ആണ്. 4 ടൈം ഇൻക്രീസസ് എന്ന് പറയുമ്പോ എന്ത് വരും? log 4 വരും. ഇവിടെ 4K by K വരും. കെയും കെയും കട്ടാക്കി log 4 വരും. E divided by 2.303 R അറിയാം. T2 ഹയർ വാല്യൂ എടുക്കുക, T1 എന്ത് എടുക്കുക? ലോവർ വാല്യൂ. കുഴപ്പമില്ലല്ലോ കേട്ടോ. അടുത്തത് നമുക്കൊന്ന് മാറ്റി പിടിച്ചേക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 79 ടൈപ്പ് ഒന്നും മാറുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 79 ക്വസ്റ്റ്യൻ വായിക്കാം. നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. Rate constant K of a reaction varies with temperature T according to the equation log K equal to log A minus EA by 2.303 RT. Equation തന്നെയാണ്. 1/T എന്ന് പറഞ്ഞാൽ RT തന്നെയാണ്. When EA is the activation energy, when a graph is plotted for log K,
with എന്തായിരുന്നു 1/t. A straight line with a slope of minus 4250k is obtained. Calculate EA for the reaction. നിങ്ങൾ അവിടെ ഇയർ നോക്കി അറിയാം 2013 ആണ് വരാൻ ചാൻസ് കുറവാണ്. എങ്കിൽ പോലും അത് ഇതിനു മുമ്പ് വന്നേക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യാൻ നോക്കുക. മനസ്സിലായി? അപ്പൊ നമ്മൾ കുറച്ച് ടൈം കഴിയുമ്പോൾ വെറൈറ്റി ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ ചെയ്യുള്ളൂ. ഇതൊക്കെ ഫ്രെയിം ഒരേ ഫ്രെയിം ആണ് എന്നുള്ളത് എടുക്കും. അപ്പോ ഇതില് ഐഡിയൽ ഇക്വേഷന്റെ സ്ലോപ്പും കെയും തമ്മിലുള്ള ഇക്വേഷൻസും കൂടി അറിഞ്ഞു വെച്ച് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് വരിക. വേഗം ചെയ്യാൻ നോക്കും. നിങ്ങൾക്കറിയാം. ഇതിൽ ഡൗട്ട് ഉള്ള കുട്ടികൾ പേജ് നമ്പർ 46 എടുക്കുക. അതൊന്ന് കാണാം. എന്നിട്ട് ഇതിലേക്ക് വരാം. ഇവിടെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. സ്ലോപ്പിക്കൽ ഐഡിയൽ ഇക്വേഷന്റെ ഈ ചാപ്റ്ററിൽ എത്ര ഗ്രാഫ് പഠിക്കാനുണ്ട്? 6 ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ്? സീറോ ഓർഡറിന്റെ ഒരു ഗ്രാഫ്, സീറോ ഓർഡറിന്റെ ഒരു ഗ്രാഫ്, ദെൻ ഫസ്റ്റ് ഓർഡറിന്റെ 2 ഗ്രാഫ്. ഏതൊക്കെയായിരുന്നു അത്? സീറോ ഓർഡറിന്റെ ഗ്രാഫില് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. അതിൽ ഒരെണ്ണം എന്തായിരിക്കും? ഈ പറഞ്ഞ എല്ലാ ഗ്രാഫിലും ടൈം ആണ് എന്തിൽ വരുന്നത്? എക്സ് ആക്സിസ്. വൈ ആക്സിസിൽ ആദ്യം വരുന്നത് കോൺസെൻട്രേഷൻ ആർ, അടുത്ത് എൽ എൻ ആർ, സെക്കൻഡ് എന്തായിരുന്നു? ലോഗ് R0 by R. ഓർത്തോക. അങ്ങനെ എത്തുമ്പോൾ 3 ഗ്രാഫായി. അപ്പോ ഒന്നുകൂടി പറയാം. സീറോ ഓർഡറിന്റെ ഒരു ഗ്രാഫ്, ഫസ്റ്റ് ഓർഡറിന്റെ എത്ര ഗ്രാഫ്? 2 ഗ്രാഫ്. അതിലെല്ലാം സ്ലോപ്പിന്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്, പഠിച്ചിരിക്കണം. ഓക്കെ. അങ്ങനെ എത്തുമ്പോൾ 3 ഗ്രാഫ് കഴിയും. പിന്നെ വരുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് കാറ്റലിസ്റ്റിന്റെ ഗ്രാഫ്. ഓർമ്മയുണ്ടല്ലോ? ഇ വരുന്ന ആക്ടിവേഷൻ എനർജിയൊക്കെ വരുന്ന കാറ്റലിസ്റ്റിന്റെ ഗ്രാഫ്. നെക്സ്റ്റ് വരുന്നതാണ് അരീനസ് ഇക്വേഷന്റെ ഗ്രാഫ്. അരീനസ് ഇക്വേഷന്റെ ഗ്രാഫ്. പിന്നെ പൊല്യൂഷൻ തിയറി, മോസ്റ്റ് പ്രോബബിൾ ഡെൻസിറ്റി ഒക്കെ പറയുന്ന ഒരു ഗ്രാഫ്. അത് ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ ഏകദേശം 6 ഗ്രാഫ്. അത് കറക്റ്റ് ആയിട്ട് കിട്ടണം. ഈ ഗ്രാഫ് ഒന്ന് ഓർത്ത് വെക്കുക. ഈ ഗ്രാഫ് വെച്ചിട്ട് ആ വാല്യൂ തന്നിട്ടുണ്ട്, ആ വാല്യൂ ആയിട്ട് ഒന്ന് മാച്ച് ചെയ്യാം. ഓക്കെ. പേജ് നമ്പർ 46 എടുക്കുക കേട്ടോ. ഓർത്ത് വെക്കുക. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ആ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഇക്വേഷൻ അറിയില്ലെങ്കിൽ ക്ലിയർ ആയിട്ട് വരും. സ്ലോപ്പ് ഈക്വൽ ടു എന്താ? സ്ലോപ്പിന്റെ വാല്യൂ -CA/2.303 R. സ്ലോപ്പിന്റെ വാല്യൂ എത്രയാണ് നിൽക്കുന്നേ? സ്ലോപ്പ് എത്രയാണ് നിൽക്കുന്നേ? -400/250. ഉണ്ടോ? അപ്പൊ ആ ഇക്വേഷനും ഇത് തമ്മിൽ മാച്ച് ചെയ്യാം. അപ്പൊ സ്ലോപ്പ് ഈക്വൽ ടു പറഞ്ഞേ, സ്ലോപ്പ് ഈക്വൽ ടു -CA/2.303 R. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -CA/2.303 R. അപ്പൊ E ഈക്വൽ ടു എന്ത് വരും? E ഈക്വൽ ടു എന്ത് വരും? അല്ലെ? സ്ലോപ്പ് അല്ലെ? സ്ലോപ്പ് മൈനസ് സ്ലോപ്പ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ സ്ലോപ്പ് ഇൻറ്റു എന്ത് വരും? ഈ പറയുന്ന 2.303 R. കേട്ടോ. ഓക്കെ. ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. പേജ് നമ്പർ 46 കേട്ടോ. ഓക്കെ. പേജ് നമ്പർ 46 ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. സ്ലോപ്പ് ഈക്വൽ ടു -CA/2.303 R. സ്ലോപ്പ് തന്നു, എന്നിട്ട് E ചോദിച്ചു. എളുപ്പമല്ലേ? E അല്ലേ ചോദിച്ചത്? അപ്പൊ E ഈക്വൽ ടു എന്ത് വരും? ചോദിച്ചേ. E ഈക്വൽ ടു മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് പറ. E ഈക്വൽ ടു 4250 into 2.303 R അല്ലേ? ഇൻറ്റു R. കേട്ടോ. ഓക്കെ. അപ്പൊ ആ വാല്യൂ വെച്ച് വേഗം കണ്ടെത്താൻ പറ്റും. ആ ഇക്വേഷൻ അറിയില്ലെങ്കിൽ കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാത്തിനെയും സ്ലോപ്പ് പഠിക്കണം. ഏതിനൊക്കെ പഠിക്കണം? സീറോ ഓർഡർ, ഫസ്റ്റ് ഓർഡർ, രണ്ടെണ്ണം. കേട്ടോ. രണ്ടിനും വ്യത്യാസമുണ്ട് സ്ലോപ്പ്. അപ്പൊ ആ വാല്യൂസ് കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് പഠിച്ചു വെച്ചേക്കണം. ഗ്രാഫുകളുടെ സ്ലോപ്പും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കറക്റ്റ് ആയിട്ട് പഠിച്ചു നോക്കണം. കേട്ടോ. ഞാൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. നമുക്ക് പേജ് നമ്പർ 51 കേട്ടോ. ഇപ്പൊ ചെയ്യുന്നതൊക്കെ ഒന്ന് ടിക്ക് ചെയ്ത് പോകണം കേട്ടോ. പേജ് നമ്പർ
51. Question number 63. 5-mark question. Question number 63. Question number 63. Question number 63. Individual ആയിട്ട് ചെയ്യണം. Page number 51. Question number 63. Question വായിക്കാം. For the hydrolysis of methyl acetate in aqueous solution, the following result were obtained. T-half കൊടുക്കുന്നുണ്ട് 0, 30, 60. CH3, COOCH3 എന്ന് പറയുമ്പോൾ എന്താ എസ്റ്റർ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്. അപ്പൊ തന്നെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിൽ വന്നു കഴിഞ്ഞു അല്ലേ? ഓക്കെ, okay, that show that it follows pseudo first order reaction as the concentration of water remain constant. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ഷോ ചെയ്യണം. Calculate the average rate of reaction between the time interval 30 to 60 seconds. ആവറേജ് റേറ്റ് കൂടി ഫൈൻഡ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇക്വേഷൻ അറിയാം, വേഗിട്ട് ഓരോന്നായിട്ട് എടുത്ത് കണ്ടെത്തുക കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ചെയ്യാം. അപ്പൊ നേരത്തെ കണ്ട ഒരു പോസിറ്റീവ് കാര്യം പറയാം. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോ നമ്മളുടെ ഈ ഒരു ക്വസ്റ്റിന്റെ ഇത് വെച്ചിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്തു. അത് ഇതിൽ കുറെ പേരെങ്കിലും ആ ക്വസ്റ്റിനെ അറിയില്ല, നേരെ അടുത്ത വേർഡ് ലോഗ് കെ കണ്ടെത്തി. കെ അതിന്റെ സെക്കൻഡ് പോർഷൻ ഉണ്ടായല്ലോ, ഇത് ടി ഹാഫിന്റെ വലിയ വന്നിട്ട് അത് നേരെ കണ്ടെത്തി. അത് ആദ്യം എഴുതി വെച്ചു കേട്ടോ. ഓർമ്മ അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമായി. കാരണം സ്റ്റക്ക് ആവരുതെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ച് എന്തെങ്കിലും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അതൊന്നും മനസ്സിലായിരിക്കും. മുഴുവൻ ഇക്വേഷൻ അവിടെ എഴുതി വെച്ചോ, ഒരു കുഴപ്പമില്ല. ടീച്ചറിലേക്ക് കൺവേ ചെയ്യണമെന്നുള്ളത് കേട്ടോ. ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യണം. അതിന് വരെ അരമണിക്കൂർ കുത്തിയെന്ന് ആലോചിച്ച് അതിന്റെ ഉള്ളിലേക്ക് കയറി എന്നിട്ട് കുറെ വെട്ടി യുദ്ധക്കളം വരെയാക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് കഴിഞ്ഞിട്ട് അവർ ഒരു മാർക്ക് തരും. ഇല്ല, നിങ്ങൾ കൺവേ ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വെട്ടാ, അല്ലെങ്കിൽ വെട്ടരുത് കേട്ടോ. ഓർത്ത് നോക്കുക. നിങ്ങൾ ശരിക്കും കറക്റ്റ് ആണെങ്കിലോ കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. Question number 51. അതില് 63. Page number 51. Question number 63. കിട്ടിയോ? No answer. For the hydrolysis of methyl acetate in aqueous solution, the following result were obtained. അതാണ് കിട്ടിക്കഴിഞ്ഞു അല്ലേ? ഇത് എസ്റ്റർ ആണെന്നാണ് തന്നെ ഫസ്റ്റ് ഓർഡർ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ആവുന്നതിന്റെ റീസൺ പറയുന്നത് എക്സസ് എമൗണ്ട് ഓഫ് വാട്ടർ ആഡ് ചെയ്ത സ്യൂഡോ അല്ലെങ്കിൽ പഴയത് തന്നെയാണ്. അപ്പം എന്ത് ചെയ്യുന്നത്, നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, ഇത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്രയാണ്? 0.6. അതിന് ഇക്വേഷൻ നോക്കി, ഏതായിരുന്നു ഇക്വേഷൻ? K equal to അഞ്ചാമത്തെ ഇക്വേഷൻ 2.03 log R0/R. അത് ആ രണ്ട് ഇക്വേഷനാണ് ഫസ്റ്റ് ഓർഡറിന്റെ ഇക്വേഷൻ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടി എത്രയായിരുന്നു? നമുക്ക് ഇതും ഇതും എടുക്കുകയാണെങ്കിൽ ടി എത്ര വരും? 30. ഇനീഷ്യൽ ഏതാ കോൺസെൻട്രേഷൻ ചെയ്താൽ ഫൈനൽ കോൺസെൻട്രേഷൻ എത്രയാണ്? അപ്പോൾ ഈ R0 എന്ത് കൊടുക്കണം? 0.60. ഇനീഷ്യൽ 0.60. ഫൈനൽ എത്രയാണ്? 0.30. അപ്പോൾ ഒരു കെ കിട്ടില്ല.
അതെടുത്ത് കൊടുക്കാം. ദെൻ അടുത്ത കെ എന്ത് കിട്ടാം? ഇത് ഇനിഷ്യൽ എടുക്കാം, ഇത് ഫൈനൽ എടുക്കാം. ടി എത്രയായി? 60 ഉണ്ടോ? T60. അപ്പോൾ അങ്ങനെ എടുത്ത് 2 കെ കണ്ടെത്താം. ഉണ്ടോ നോക്കാം. 2 കെയും സെയിം ആയി അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായി? ഫസ്റ്റ് ഓർഡർ ആണ് അല്ലേ? ഫസ്റ്റ് ഓർഡറിൽ എക്സസ് വാട്ടർ ആഡ് ചെയ്ത് എന്താവും? സ്യൂഡോ ഫസ്റ്റ് ഓർഡർ. അപ്പോൾ നമ്മൾ ആ കണ്ടീഷൻ എഴുതാം കേട്ടോ. രണ്ട് സിറ്റുവേഷൻ ചെക്ക് ചെയ്യണം അല്ലേ? ഏതൊക്കെയാണ്? ഫസ്റ്റ് സിറ്റുവേഷൻ 60/30 എടുത്തു, ഇനി 60/, അല്ലേ? 60 കോൺസെൻട്രേഷൻ താഴെയാണ് കേട്ടോ. ഇവിടെ ആ പോയിന്റ് കേട്ടോ, പോയിന്റ് എടുക്കണം കേട്ടോ. പോയിന്റ് ഇങ്ങനെ ആവുമ്പോൾ പുറത്തേക്ക് ആവുകയും ചെയ്യും അല്ലേ? കുഴപ്പമില്ല. കിട്ടാം, മനസ്സിലാക്കിയോ? എങ്ങനെ ചെയ്യണം മനസ്സിലായോ? മെത്തേഡ് ഓക്കെ ആണോ? അല്ല ഇത് കിട്ടിയോ? എന്താ മനസ്സിലായി? മനസ്സിലായി? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇത് പണിയെടുത്തു, ഒരു കെ കിട്ടിയില്ല. അടുത്ത ഇനീഷ്യൽ ഒരു കെ ആ 2 കെ ഫസ്റ്റ് ഓർഡർ. ഇനി അവർ എക്സസ് ആ 2 കെയും സെയിം ആയിട്ട് നമുക്ക് പറയാം. എക്സസ് മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ആണ് ഫോൺ ചെയ്താൽ മാത്രം ഫസ്റ്റ് ഓർഡർ ആക്കാൻ പറ്റും. ലോജിക് മനസ്സിലായി? ഓക്കെ. അപ്പോൾ നമ്മളിത് ആഡ് ചെയ്തു, 2 സ്ഥലത്തും സെയിം ആയിട്ട് കിട്ടിയോ? കോൺസെൻട്രേഷനിലെ കെ ഈക്വലാണ്. അപ്പൊ കെ ഈക്വൽ ആക്കി കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ഓർഡർ ആണ് കേട്ടോ. ഒന്നുകൂടി ക്ലിയർ ചെയ്ത് പറയാം. ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ 2 ടേബിൾ ആണ് തന്നിരിക്കുന്നത്. ആ ടേബിളില് ഫസ്റ്റ് ഓർഡറിന്റെ സ്യൂഡോ മാത്രമേ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളൂ അല്ലെ? അതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർക്കുക. 2 സ്യൂഡോ ഫസ്റ്റ് ഓർഡറുകളാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ, അങ്ങനെ ഓർത്താൽ മതി. ഏത് എസ്റ്റർ ആയിട്ടില്ല, ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ഓർ ഹൈഡ്രോളിസിസ് ഓഫ് കെയിൻചർ. ഈ 2 തന്നിട്ട് നിങ്ങളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ഫസ്റ്റ് ഓർത്ത് വെക്കുക. മോനെ ക്വസ്റ്റ്യൻ നമ്പർ എന്ന് പറഞ്ഞേ 63 ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ വന്നേക്കുന്ന ഓർത്ത 63 ഇടക്ക് കട്ടായി പോയി അല്ലേ? 63 ടെക്സ്റ്റുകൾ 63 ആണ്. സ്യൂഡോ ഫസ്റ്റ് ഓർഡറിന്റെ ക്വസ്റ്റൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോ 5 മാർക്ക് ക്വസ്റ്റൻ ആണ്. അപ്പൊ അതിൽ ആദ്യം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ഇക്വേഷൻ എഴുതാം. k = 2.303 t. t എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് കണ്ടീഷനിൽ നിങ്ങൾക്ക് ഇനീഷ്യൽ എത്രയാ തുടക്കം? 0. t യുടെ തുടക്കം ഉണ്ടോ? 0. അതിന് എത്രയായിരുന്നു കോൺസെൻട്രേഷൻ? 0 താഴെ 0.6. Then അടുത്ത എത്രയായിരുന്നു? 30 അല്ലെ? 30 വന്നപ്പോ എന്തായ കോൺസെൻട്രേഷൻ? 0.3. അപ്പോ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0 എത്രയായിട്ട് എടുക്കണം? R0 0.6. Then R എത്രയായിട്ട് എടുക്കാം? ഫസ്റ്റ് കേസിൽ 0.3. Then T എത്രയായിരുന്നു? 30 സെക്കൻഡ്. അപ്പോ K = 2.303 divided by T. T എന്ന് പറയുമ്പോൾ 30 log എന്ത് വന്നു? 0.6 divided by 0.3. കട്ട് ചെയ്ത് കഴിയുമ്പോൾ 12 log. Then next നമുക്ക് വന്നേക്കുന്നത് എന്തായിരുന്നു? അടുത്തത് അല്ലേ? R0 എന്ത് തന്നെയാ? 0.6. R എത്രയായിരുന്നു? 0.15. ഉണ്ടോ? T എത്രയായിരുന്നു? 60. അങ്ങനെ വരുന്ന സമയത്ത് K = 2.303 divided by 60 log എന്ത് വരും? 0.6 divided by 0.15. 60/15 എത്ര കിട്ടും? എത്ര കിട്ടും? 4. log 4 കിട്ടും. log 4
Then ഇതിന്റെ വാല്യൂ നിങ്ങൾ log 4 log 2 എടുത്തു കഴിഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ രണ്ട് വാല്യൂ k കിട്ടുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. k കിട്ടുന്നത് എന്തായിരിക്കും? സെയിം. ഓർത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ വാല്യൂ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിട്ട് ചെയ്തു നോക്കുക. അപ്പോൾ ഈ kയും സെയിം ആണെങ്കിൽ അതിന്റെ അർത്ഥം ഫസ്റ്റ് ഓർഡർ സ്യൂഡോ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കണ്ടീഷനേ ഉള്ളൂ. സ്യൂഡോ ആവണമെങ്കിൽ എന്താ ചെയ്യണം? ഇതിനെ സ്യൂഡോയിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സസ് വാട്ടർ. സ്യൂഡോ ഓർഡർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? excess water. Appo this reaction is for first order, then excess water added to this equation to become a pseudo first order. ഇതാണ് നമുക്ക് അതിന്റെ ആൻസർ ആയിട്ട് എഴുതുന്നത് കേട്ടോ. ഓർക്കുക, അങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്തു വരിക കേട്ടോ. ഓക്കെ, ഓർക്കുക ഫസ്റ്റ് ഓർഡർ ആണ് പ്രൂവ് ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ? സ്യൂഡോ ഫസ്റ്റ് ഓർഡറിലേക്ക് വരുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ചെയ്യാം. then നെക്സ്റ്റ് അടുത്തത് എന്തായിരുന്നു? എളുപ്പമുള്ളതാണ്. കാൽക്കുലേറ്റ് ദ ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ ബിറ്റ്വീൻ ദ ടൈം ഇന്റർവൽ 30 to 60. 30 to 60 ആവറേജ് റേറ്റ് ആണ്. 30 to 60 ആവറേജ് റേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 30 കോൺസെൻട്രേഷൻ എത്രയായിരുന്നു? ഇനീഷ്യൽ 0.30. then ഫൈനൽ എത്ര എടുക്കണം? 0.15. അതിന്റെ ആവറേജ് എടുക്കുക എന്നുള്ളതാണ്. ഇതേ ഇക്വേഷൻ വെച്ച് അടുത്തതിന്റെയും ആവറേജ് എടുക്കുക കേട്ടോ. എളുപ്പമല്ലേ? കുഴപ്പമില്ല. അപ്പോ ഈ രണ്ട് രീതിയിൽ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക. log 2 ന്റെയും log 4 ന്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈസി ആയിട്ട് കിട്ടും. 3010യും 6021. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്തോളൂ. ഓക്കെ ആണോ? മനസ്സിലായോ? ചോദിച്ചു. ഓക്കെ അല്ലേ? ഞാൻ ഉപയോഗിച്ച സമയത്ത് കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? മനസ്സിലായില്ല? മനസ്സിലാവുന്നതാണോ? സെക്കൻഡില് ഇനീഷ്യൽ എത്ര എടുക്കണം? ഇല്ല, തുടക്കം എത്രയായിരുന്നു? 0.3 എടുക്കുക. മറ്റു ഫൈനൽ എത്ര എടുക്കണം? 0.15. ടൈം എത്രയാ? 30യും 60യും തമ്മിൽ ഡിഫറൻസ് വരുമ്പോ ടൈം ഇന്റർവെൽ അത് എടുക്കണം കേട്ടോ. ഇനീഷ്യൽ നിർത്തിട്ട് ആവറേജ് കണ്ടെത്താം. ഈ ഇക്വേഷൻ അതുപോലെ തന്നെ ചെയ്ത് നോക്കിയാണ് കേട്ടോ. Then question number 58. Question number 58. Page number 50. Question number 58. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക കേട്ടോ. പേജ് നമ്പർ 50. Question number 58. തനിയെ ചെയ്യാൻ നോക്കുക. ഹെൽപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് തനിയെ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വായിക്കുമ്പോൾ അത് കിട്ടുന്നുണ്ടോ നോക്കുക. ഇനീഷ്യലി അത് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി നമുക്ക് കേട്ടോ. അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തെല്ലാം കറക്റ്റ് ആക്കണം. വായിച്ചു നോക്കുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ ഇക്വേഷൻ വരണം, ഏതാണ് ഉപയോഗിക്കണമെന്ന് വരണം. എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് 50% completed in 20 minutes. How long will it take to complete 60% of the reaction? A first order reaction is 15% completed in 20 minutes. How long? How long is the question mark? How long? T. കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലേക്ക് വരണം. ഇക്വേഷൻസ് പഠിച്ച ആൾക്കാർ അത് കറക്റ്റ് ആയിട്ട് വരണം. It take to complete 60% of the reaction. അപ്പൊ ആദ്യത്തെ കേസിൽ നിന്ന് ഏതാണോ കണ്ടെത്തേണ്ടത് അത് കണ്ടെത്തണം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരണം. നെക്സ്റ്റ് മൺഡേ ഫുൾ ഡേ സെക്ഷൻ വെച്ചാൽ എത്ര പേര് വരും? നെക്സ്റ്റ് മൺഡേ എന്ന് പറഞ്ഞാൽ 2-ാം തീയതി, ഫെബ്രുവരി 2-ാം തീയതി ഫുൾ ഡേ സെക്ഷൻ കെമിസ്ട്രി വെച്ച് കഴിഞ്ഞാൽ
രാവിലെ 10 മണി മുതൽ അല്ലെങ്കിൽ 11 വെക്കുള്ളൂ. രാവിലെ 11 മുതൽ വൈകിട്ട് 6 വരെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര പേര് ഒന്ന് അനലൈസ് ചെയ്തേ. ഈ വരാത്ത ആൾക്കാരാണെങ്കിൽ ഇത് ചെയ്യണം. നമുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസം ഞാൻ ഫിക്സ് ചെയ്യും. അത്രേ ഉള്ളൂ. ക്ലാസ് ഇല്ലേ? ക്ലാസ് ഉണ്ടോ? സ്കൂളാ? എക്സാം? ഏത് എക്സാം? ഞാൻ വേറെ ദിവസം വെച്ചാൽ വേറെ ആൾക്കാർക്ക് എക്സാം വരും. അപ്പൊ ഒരു ദിവസം നടക്കില്ല. ഇവിടെ എക്സാം നടത്താത്തതിന്റെ ഒരു മെയിൻ കാരണം ഇങ്ങനെ 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 പോയതുകൊണ്ടാണ്. പക്ഷെ ഇനി ഉള്ളതില് ഫെബ്രുവരി ഓൺവേർഡ്സ് നമ്മൾ വെക്കുന്നതിന് വേറെ എക്സ്ക്യൂസ് എടുക്കില്ല. അതുകൂടി പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ 2 എന്ന് പറയുമ്പോൾ തന്നെ ആരും അല്ലെ എത്ര പേര് അന്ന് വരാൻ പറ്റുമെന്ന് അനലൈസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം കൂടി പറയാം. ഇതൊരു ഓർഡർ ഓഫ് സ്കീമാണ് ആക്ച്വലി കൊണ്ടുപോകുന്നത്. എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഉണ്ടാവുള്ളൂ ഒരു 3 ചാപ്റ്റർ അല്ലെങ്കിൽ 4 ചാപ്റ്റർ കറക്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യും. ഒരു സ്കീം പോലെ ഇടും കേട്ടോ. ഓർക്കുക, അത് ഇടുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പിൽ ഇടും അതിന്റെ ഷെഡ്യൂള്. ആ വരുന്ന ദിവസം ഇനി റീടേക്ക് എടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എന്ത് റീസൺ വന്നാലും ഒരു ഹോൾ ടിക്കറ്റ് എടുക്കുന്ന അല്ലാതെ റീസൺ എന്ത് വന്നു കഴിഞ്ഞാലും എടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞിട്ട് ഒരു ദിവസമൊക്കെ ക്ലാസ്സിൽ നിന്ന് ചെയ്യാൻ നോക്കാം. ഇനി നിങ്ങൾ പ്ലാൻഡ് ആണെങ്കിൽ ഇഷ്യൂ ഇല്ല. ഇനി ചെയ്യുന്ന കാര്യം ഒന്നുകൂടി എടുത്തു പറയാം. നമ്മളിപ്പോ 3 ചാപ്റ്റർ ആണെങ്കിൽ 3 ചാപ്റ്ററിന്റെ ഏകദേശം ഒരു 50-80 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്. അതിന്റെ ഇക്വേഷൻസ് എഴുതി അതൊന്ന് സെറ്റ് ആക്കുക എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഒരു റീക്യാപ്പ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന്റെ ആ ഒരു സമയത്ത് നമ്മളിവിടെ ചെയ്തു പോകും. ക്വസ്റ്റ്യൻസ് ചെയ്തു പോകും. അപ്പൊ ഒരു പ്രശ്നം വരും. അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇക്വേഷൻ അറിയില്ല. അയാളെ നമുക്ക് നോക്കാൻ പോലും പറ്റില്ല. കാരണം അയാൾ ഇതായി പോകും. അപ്പൊ ഇക്വേഷനും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സമയത്ത് ക്ലിക്കായി ഇതില് ഒരു ടൈമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെങ്ത് ആയിരിക്കും. ഇനി പ്ലാൻ പറയാം. 50% പഠിച്ചവന് ഫുൾ മാർക്ക് കിട്ടും. 100%. നിങ്ങളിപ്പോ ഒരു 50% പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള സമയം കൊണ്ട് കിട്ടും. അൾട്രാ ക്ലിയർ ആയിരിക്കണം. 50% പഠിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒറ്റ സ്ട്രെസ്സിൽ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ പറയുമ്പോൾ അതിന്റെ എത്ര വ്യൂ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയും, നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് വരുന്നു. ഓർമ്മയിൽ എക്സ്ട്രാ എക്സാക്ട് ക്വസ്റ്റ്യൻ ഓർമ്മയിലേക്ക് വരണം. നിങ്ങൾക്ക് ഞാൻ ചെയ്തതാണ് ഇന്ന ടൈം സ്കൂളിലാവാം എവിടെ ആയാലും വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് ഒരു കോമ്പറ്റേറ്റീവ് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ലാസ്റ്റ് സമയത്ത് നമുക്ക് അണ്ടമാൻ കോമ്പറ്റേറ്റീവ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യും. അതിന്റെ പ്രശ്നം എന്താണെന്ന് പറയാം. കോമ്പറ്റേറ്റീവ് ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ്. അതിന്റെ ആൻസർ അപ്പൊ തന്നെ പറയുന്നു. അപ്പൊ അതിന് വേറെ ക്യൂരിയോസിറ്റി ഒന്നും ഉണ്ടാവില്ല. വെറുതെ തീർന്നു പോകുന്നു. പക്ഷെ അത് റിപ്പീറ്റ് ചെയ്തേ കൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എക്സാം ആണെന്ന് എനിക്കറിയാം. പക്ഷെ അടുത്ത വീക്കിൽ നമ്മൾ ഓൺവേർഡ്സ് നെക്സ്റ്റ് ഫെബ്രുവരി ഓൺവേർഡ്സ് ഇവിടെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് അതിന് വേറെ മാറ്റങ്ങളൊന്നും വരാൻ പറ്റില്ല. ഓക്കെ, അന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. കറക്റ്റ് ആയിട്ട് ഓർഡറിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും, നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും, ക്ലിയർ ചെയ്ത് അയാൾ ആക്യുറേറ്റ് ചെയ്തു. അതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് പിറ്റേ ദിവസം നിങ്ങൾ വരാം എന്ന് പറഞ്ഞ് നടക്കില്ല. കാരണം എന്താ, വേറെ സബ്ജക്ട് വെക്കേണ്ടി വരും, വേറെ ഇത് വേണ്ടി വരും. നമ്മുടെ എനർജി കറക്റ്റ് ആയിട്ട് പോകേണ്ടി വരും. കാരണം 10th ഉണ്ട്, 11th ഉണ്ട്, 12th ഉണ്ട്. പറഞ്ഞ വിഷയം അതാ പറഞ്ഞേ. നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ കരിയർ അല്ലേ. അപ്പോ 2 ഓപ്ഷൻ ഉണ്ട്. എന്ത് ചെയ്യാം, സ്കൂളിൽ പോവാം, അറ്റൻഡ് ചെയ്യാം, ക്ലിയർ ചെയ്യാം, അതങ്ങനെ പോകും. പക്ഷെ നിങ്ങൾ ഡിസൈഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പൊ ഒരു ട്യൂഷനോ സ്കൂളിലോ പോകണമെന്നില്ല, സെൽഫായിട്ട് എനിക്ക് കിട്ടണം അല്ലെ, നമുക്ക് പറയാൻ പറ്റണം. അത് ഇനി നിങ്ങൾ നോക്കണ്ടാവില്ല. കാരണം പ്രാക്ടിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്ലാൻ ഉണ്ടായിരിക്കണം കേട്ടോ. ഓർത്തുക. കാരണം 15-ാം തീയതി വരെ എക്സാമിന്റെ ദിവസം വരെ അവിടെ ഒരു മോഡൽ ഉണ്ട്, അത് പഠിക്കണം അല്ലെ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു 20 പേപ്പർ 50 പേപ്പർ നിങ്ങൾക്ക് തന്നിട്ട് പഠിച്ചു പറഞ്ഞ പോലെ അത് പറഞ്ഞുള്ളൂ. എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി അല്ലെ, വൈകിട്ട് ക്ലാസ് എടുക്കുക, അങ്ങനെ പോവാ. അടുത്ത വർഷം എനിക്ക് പക്ഷെ അതല്ല, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫാണ്. തീരുമാനം നിങ്ങൾ എടുത്ത് കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ, ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. സ്റ്റഡി സെക്ഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ പോലെയാണ് നമ്മളത് വെക്കുന്നത്. ഇതിലെ ക്വസ്റ്റൻസ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നു, 3 ചാപ്റ്റർ ക്വസ്റ്റൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നോക്കുക വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണേ. അപ്പോ നമുക്ക് നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് അങ്ങനെ 2-3 സെക്ഷൻസ് ഉണ്ടാവുള്ളൂ. അധികം ഇപ്പൊ കെമിസ്ട്രിയുടെ എല്ലാ ദിവസവും ഒന്നും ഉണ്ടാവില്ല. ആഴ്ചയിൽ ഒരു ക്ലാസ് ഒക്കെ വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് ഞാനൊരു ദിവസം ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ പറയാണ്, ഒരു ദിവസം പറയണം അന്ന് വെക്കണ്ട, പിറ്റേ ദിവസം വെക്കാം. അപ്പൊ ഗ്ലൂക്കോസ് പറയുമ്പോൾ അത് പറ്റൂല, എനിക്ക് അന്ന് എക്സാം ഉണ്ട്. അപ്പൊ ശ്രീധർ പറയുമ്പോൾ ഒട്ടും പറ്റില്ല, ഞങ്ങൾക്ക് അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും. ഇത് തന്നെയാണ്
നമ്മളിവിടെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുന്നത്. അതിനിപ്പോ അടുത്ത വർഷം നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ പ്രൊസീജർ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, മോഡ്യൂൾ ഉണ്ടാക്കി വെച്ചേക്കാം. എന്ന് പറഞ്ഞാൽ ഇന്ന ദിവസം ഇന്ന എക്സാം മോഡ്യൂൾ കറക്റ്റ്. ആ മോഡ്യൂൾ അല്ലാത്തവനെ ആദ്യത്തെ മാസം തന്നെ എടുത്ത് നിങ്ങളെ മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളിവിടെ ഇനി അടുത്ത വർഷം അഡ്മിഷൻ എടുക്കുന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് മാസം വന്നവരാണെങ്കിൽ ഇന്ന മോഡ്യൂൾ ഇന്ന എക്സാം എഴുതണം, കറക്റ്റ് ആയിരിക്കണം. അതല്ലെങ്കിൽ അവനെ രാത്രി ടൈം പിടിച്ച് മാർക്ക് വാങ്ങിക്കുക എന്നുള്ളൊരു പ്രോസസ്സ്. അത് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ കാലത്ത് എന്നെ അങ്ങനെ ചെയ്ത് പറഞ്ഞത് അറിവുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നു ആ പരിപാടി കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ ഇതാവുള്ളൂ. ഇനിയുള്ള രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് ഓർഡറിൽ പ്ലാൻ ചെയ്യുക കേട്ടോ. ഓർക്കുക, നിങ്ങൾ സ്കൂളിലോ അല്ലെങ്കിൽ ഞാനോ എല്ലാം നിങ്ങളുടെ ഫ്യൂച്ചർ കൊണ്ടുപോകണ്ടേ, നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യണം കേട്ടോ. കാരണം ഇനി ഒരു മാസം ഉള്ളൂ. ആ ഒരു മാസം അവിടെ സ്കൂളിൽ ടീച്ചർ എക്സാം പറഞ്ഞു, ഈ സാറ് ഇവിടെ ട്യൂഷൻ ഇത് പറഞ്ഞു, ഞാനൊന്നും പഠിച്ചിട്ടില്ല, എനിക്ക് എന്തൊക്കെയോ അറിയാം, ഈ അവിടെ ചെന്നാൽ ഇവിടെ നിന്ന് എന്തെങ്കിലും തലയിലോട്ട് കോരി പിടിക്കുമായിരുന്നു ഇല്ല. ഇപ്പൊ ഞാനിത് പറഞ്ഞു, അയാള് വെറുതെ ഇങ്ങനെ അതല്ല, നിങ്ങൾക്ക് കിട്ടണം, നിങ്ങൾക്ക് അൾട്രാ ക്ലിയർ ആയിട്ട് കിട്ടണം ക്വസ്റ്റ്യൻസ്. എനിക്ക് കിട്ടുന്നത് ഇതിൽ വീട്ടിലിരുന്ന് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. ഇതിലെല്ലാ ക്വസ്റ്റ്യൻ ചെയ്തു, ഇത് കിട്ടണം, 5 കിട്ടണം, ആ സ്ട്രെങ്ത് ഉണ്ട്. ഇനി ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ബാക്കിൽ നോക്കും. അതാണ് ഏറ്റവും വലിയ കൊണ്ടത്. അപ്പൊ എന്ത് ചെയ്യും, അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യും, പഠിക്കണ്ട എന്ന് പറയും, ഉറപ്പാണ്. കാരണം നമുക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് എക്സാമിന്റെ സമയത്ത് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ കണ്ണു പോകും, ദൈവമേ ഇത് ഞാൻ കണ്ടിട്ടില്ല, അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റണം കേട്ടോ. അപ്പോ ഡെഡിക്കേറ്റഡ് ആയിട്ട് കൂടുതൽ സമയം ഇരിക്കാൻ നോക്കുക. ഇവിടെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കും. അത് എന്ത് ചെയ്യുക, അല്ലാതെ ഈ വൈകിട്ടുള്ള ഈ സെക്ഷൻ ഉണ്ടോ എക്സ്ട്രാ തരുന്നതാണ്. അപ്പൊ എക്സ്ട്രാ തരുന്നത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ. ഓക്കെ, പേജ് നമ്പർ 49, ക്വസ്റ്റ്യൻ നമ്പർ 36. പേജ് നമ്പർ 49, ക്വസ്റ്റ്യൻ നമ്പർ 36. ചെറുതായിട്ടൊന്നും വേരി ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. If half-life period of a first-order reaction is x and 3/4 life period of the same reaction is y, how are x and y related to each other? Question number 36. If half-life period of the first order reaction is x and 3/4 life period of the same reaction is y, how are x and y related to each other? ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ ഓർമ്മ വരും? ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ക്വസ്റ്റ്യനെ മോഡലാക്കി പഠിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരു 15 ക്വസ്റ്റ്യൻ പഠിച്ച് ഈ ചാപ്റ്ററിലുള്ള എല്ലാ ടൈപ്പിന്റെ എല്ലാ ലെവലും കിട്ടും. ഈ ക്വസ്റ്റ്യൻ വായിക്കുന്ന കുട്ടികൾക്ക് എത്ര ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ വിത്ത് ഇത് T half equal to 10 time of എന്തായിരുന്നു ഓർമ്മയുണ്ടോ? T half-ഉം ഇതും തമ്മിൽ 10 ടൈം റിലേഷൻ ഡെറിവേഷൻ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ എത്ര ഉണ്ടാവും? 3 ഡിറൈവ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. 10 ടൈംസ് ആണ് ടെമ്പറേച്ചർ അല്ല T half അതിലല്ലേ 10 ടൈം ഡെറിവേഷൻ ഡിറൈവ് ചെയ്തത് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ പറഞ്ഞ വേറെ ഓർമ്മയുണ്ടോ? അല്ല ടെമ്പറേച്ചർ 10 ഡിഗ്രി ഡിഫറൻസ് വരുമ്പോ അതല്ല, അതായിരിക്കും സിക്വേഷൻ ഡെറിവേഷൻ. ഇത് ഡിറൈവ് ചെയ്യുന്ന ഓർമ്മയുണ്ടോ? അപ്പോ നിങ്ങൾക്ക് റിലേഷൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകൾ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് കണ്ട ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആരായിട്ട് റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുമ്പോൾ അത് എവിടെയൊക്കെ റിലേഷൻ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്റെ പഴയ ടെക്സ്റ്റ് ബുക്ക് ഇരിക്കുന്നേ, പേജ് നമ്പറുകൾ ഒന്ന് കാണിച്ചു തരാം. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ 4.2
0.8 കേട്ടോ. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ 0.8 3.8 ആയിട്ട് വരും. Show that a first order reaction time required for the completion 99.9% is 10 time of half life of the reaction. ചെയ്തിട്ടുണ്ടോ? ഡെറിവേഷൻ ആണ്. ആരൊക്കെ തമ്മിലുള്ള കണക്ഷൻ ആണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ എക്സസൈസ് ഒന്ന് ഓർത്തു നോക്കുക. എക്സസൈസ് 18 ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻ 18 ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ അതുകൂടിയൊക്കെ നോക്കണം. ഞാൻ പഠിച്ചത് എങ്ങനെയാണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഷോ ദാറ്റ് ടൈം റിക്വയർഡ് ഫോർ 99% completion is twice the time required for the completion of 90% of the reaction. For a first order reaction, show that time required for 99% completion is twice the time required for the completion of 90% of the reaction. കണ്ടോ? അപ്പോ ഈ മൂന്ന് ക്വസ്റ്റ്യൻ ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. കണ്ടോ? പ്രൂവൻ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ? ഇതെല്ലാം എന്താ? ഡിറൈവ് ചെയ്ത് പ്രൂവൻ ചെയ്ത ക്വസ്റ്റ്യൻ. എത്ര പേര് കിട്ടി? ശരിയാ? ഇനി എന്ത് ചെയ്യണം? കുഞ്ഞു വ്യത്യാസം അവിടെ എന്തായിരിക്കും ആലോചിക്കും. അത് ആ ക്വസ്റ്റ്യൻ ഒന്ന് ഇരുത്തി വെച്ചാൽ കിട്ടും. അത്രയും പാത്ത് കറക്റ്റ് കേട്ടോ. കിട്ടിയാ? അപ്ലൈ ചെയ്തോ? ശ്രീധർ കിട്ടിയ കേട്ടോ. ഫുൾ ആൻസർ ലാസ്റ്റ് വരെ പ്രൂവൻ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് കേട്ടോ. ഓക്കെ, കിട്ടിയോ? പറഞ്ഞു ബിലാൽ കിട്ടി കേട്ടോ. ഓക്കെ, കിട്ടിയ ഇവിടെയും കറക്റ്റ് ആയിട്ട് കേട്ടോ. കിട്ടിയോ? ആൻസർ എന്താണ്? ഇനി R0 R എന്താണെന്ന് കണ്ടെത്താം. R0 R എന്തായാലും എനിക്ക് സന്തോഷം കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ പറഞ്ഞത്. ഇവിടെ മാത്രം ഇത് ബാക്കിയൊക്കെ കണക്ഷനൊക്കെ കറക്റ്റ് ആയിട്ട് അല്ലേ? കുറെ പേര് ശരിയായിട്ട് വരുന്നുണ്ട്. മിക്കൊരു കണക്ഷൻ ഉണ്ട്, ചെറിയ എറേഴ്സുകളാണ് വരുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് കറക്റ്റ് ആയി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് വരും. ഇവിടെ ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആണ്. ആരൊക്കെ തമ്മിലുള്ള കണക്ഷനാ? ശ്രീധരനാണ് ഇപ്പൊ ഫസ്റ്റ് ചെയ്തത്. ആരൊക്കെ തമ്മിലുള്ള കണക്ഷൻ ആയിരുന്നു? ടി ഹാഫ് ആൻഡ് ടി അല്ലേ? അപ്പൊ നമ്മള് മനസ്സിൽ ഓർത്തു വെക്കേണ്ടത്
ടി ഹാഫ് ആൻഡ് ടി റിലേഷൻ അല്ലെ, ഇതാണ് ക്വസ്റ്റൻ ആയിട്ട് വന്നേക്കുന്നത്. ടി ഹാഫ് ആൻഡ് ടി. അപ്പോ ടി ഹാഫിന്റെ ഇക്വേഷൻ ഫസ്റ്റ് എഴുതണം. ടി ഹാഫിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ടി ഹാഫിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ടി ഹാഫ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ. ആ ടി ഹാഫിന് എന്തായിരുന്നു അവർ കൊടുത്തത്? എക്സ്. ടി ഹാഫിന് എന്താ കൊടുത്തത്? എക്സ്. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ. ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടി കഴിഞ്ഞു കേട്ടോ. ഓർഡർ. അടുത്ത ഇക്വേഷൻ എന്താ? കെ ഈക്വൽ ടു 2.303 ബൈ ടി. ടിക്കാണ് ഇവരെന്ത് കൊടുത്തേക്കുന്നത്? y. ഇതിന് x. ഇതാണ് അവരുടെ ചോദ്യം. then t log r0 divided by r. log r0 divided by then t. t ക്ക് പകരം എന്ത് കൊടുക്കണം? y. ഓക്കേ, x ഇട്ട പോലെ ഞാൻ ഈ t നെ പുറത്ത് കൊണ്ടുവരാലോ. അപ്പോൾ എന്ത് ചെയ്യും? y equal to 2.303 divided by k. ശരിയല്ലേ? log എന്ത് വരും? r0. r0 എന്തായിരിക്കും? r0 എന്തായിരിക്കും? ഇവിടെ പ്രശ്നമുള്ളൂ. അവിടെ 3/4 കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയണേ. ഒരു ചോക്ലേറ്റ് 3/4 കംപ്ലീറ്റ് ചെയ്താൽ എത്ര കിട്ടും? ബാക്കി 1/4. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, 3/4 1/16 ഇങ്ങനെയൊക്കെയുള്ള വരുന്ന സമയത്ത് കംപ്ലീഷൻ, ആ വേർഡ് ശ്രദ്ധിക്കണം. 3/4 കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ r0 എത്രയായിരിക്കും? 1. r എത്രയായിരിക്കും? 1/4. 3/4 കംപ്ലീറ്റ് ചെയ്തില്ലേ? അപ്പൊ 1 മൈനസ് അല്ലെ, 1 മൈനസ് 3/4. അപ്പൊ എത്ര കിട്ടും? 1/4. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ r0 കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാ. r0 1 ആക്കി എടുത്തു. then r എന്ന് പറയുന്നത് കംപ്ലീഷൻ അല്ലെ. ഒരു 3/4 കംപ്ലീറ്റ് ചെയ്താൽ 1 മൈനസ് 3/4. നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു ചോക്ലേറ്റ് ഉണ്ട്, അതില് 3/4 നിങ്ങളുടെ അനിയൻ എടുത്തുകൊണ്ടുപോയി, നിങ്ങളുടെ സിസ്റ്റർ എടുത്തുകൊണ്ടുപോയി. അപ്പൊ തന്നെ മനസ്സിലാവും 1/4 ഉള്ളൂ അല്ലെ. ഓക്കെ, 1/4 1 മൈനസ് 3/4 ചെയ്യുമ്പോ 1/4 കിട്ടും. അപ്പൊ എന്ത് വരും? log 1/1/4 അല്ലെ. ഓക്കെ, ചില ആൾക്കാര് r0 ഇപ്പൊ ശ്രീധർക്ക് ചെയ്തപ്പോ r0 എന്ന് എഴുതി, r0/4 എന്ന് എഴുതി. ഇങ്ങനെ എഴുതിയാലും മതി, അല്ലെങ്കിൽ 1/1/4. അപ്പൊ എത്ര വരും? ഇതൊന്നും ക്യാൻസൽ ആയി എന്ത് വരും? log 4. അപ്പോ ഇവിടെ y ഈക്വൽ ടു എന്ത് വരും? 2.303 ഡിവൈഡഡ് ബൈ k log എന്ത് വരും? log 4. then x ഉം y ഉം അവിടെ ഓൾറെഡി കിട്ടി കഴിഞ്ഞു അല്ലേ. then ഇവര് തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, ഈ ഒരു ഏരിയയിൽ k യും k യും ക്യാൻസൽ ആയി പോകും. then x ഉം y ഉം തമ്മിൽ റിലേഷൻ ചെയ്യും. അപ്പോൾ എത്ര കിട്ടി? 2 ആയിട്ട് കിട്ടും. log 4 ന്റെ വാല്യൂ എത്രയായിരുന്നു? അതിൽ കൊടുത്തിട്ടുണ്ടാവില്ല? ഇല്ലല്ലോ, ഇല്ല കേട്ടോ. അത് ഓൾറെഡി തരും. അപ്പോ അങ്ങനെ ചെയ്ത് കാണുന്ന സമയത്ത് എക്സും വൈ തമ്മിൽ ഇനി കണക്ട് ചെയ്താൽ മതി. ഗെയിം ക്യാൻസൽ ആയി പോകും. then 0.693 x by y equal to 0.693 divided by this value വരും 2.303 എന്നുള്ളത്. then log 4 ന്റെ വാല്യൂ എന്നുള്ളത് നമുക്ക് ഓൾറെഡി കണ്ടെത്താൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഓക്കെ. അപ്പൊ ഇങ്ങനെ കണക്ഷൻ ആണ് ക്ലിയർ ചെയ്ത് പോകുന്നത് കേട്ടോ. മെത്തേഡ് ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ആ ക്വസ്റ്റൻ കൂടി ചെയ്തു കേട്ടോ. ഒന്ന് എഴുതി എല്ലാവരും. ക്വസ്റ്റൻ എഴുതി കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ 80 എക്സസൈസ് 18 കൂടി ചെയ്തു. കാരണം ഡെറിവേഷൻ ടൈപ്പ് പറഞ്ഞാൽ കൂടി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് എഴുതിയില്ല. ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഷോ ദാറ്റ് show that time required for 99% completion. Time required for 99% completion. 99% completion is twice the time required for. The completion of 90% of reaction. Completion of 90% of reaction. For a first order reaction, show that time required for 99% completion is twice the time required for the completion of 90% of reaction. 90% of reaction.
For a first order reaction, show that time required for 99% completion is twice the time required for the completion of 90% of reaction. നമ്മൾ വീട്ടിലിരുന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒരു ടൈപ്പ് കണ്ട ആ ടൈപ്പിലുള്ള എല്ലാവരും കൂടി ക്ലിയർ ചെയ്ത് ചെയ്യാൻ നോക്കുക. ആ ടൈപ്പ് അവിടെ ക്ലിയർ ചെയ്ത് കിട്ടണം. നിങ്ങൾക്ക് സ്കൂളിൽ എക്സാമിന് സമയത്ത് മോർണിംഗിലാണോ ഉച്ചയ്ക്ക് ശേഷമാണോ? മോർണിംഗിലാണോ? അപ്പൊ ഉച്ചയ്ക്ക് ശേഷം വെച്ചാൽ കുഴപ്പമുണ്ടാവില്ല. ഹാഫ് ഡേ അല്ലേ? അങ്ങനെ നോക്കാം. അല്ലേ ഈ ലോങ്ങിന്റെ കിട്ടണം. ഇപ്പൊ നമ്മളിപ്പോ ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് ഇത്ര സമയം എടുത്തത് ഇതെങ്ങനെ ചെയ്യണം? ഇരുന്ന് നമ്മൾ ഒരു 6-7 മണിക്കൂർ നമ്മൾ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ്. എങ്കിൽ മാത്രമാണ് നിങ്ങൾ ബോർഡ് എക്സാമിന്റെ സമയത്ത് 5 ദിവസമോ 6 ദിവസവും ഇല്ലേ നിങ്ങൾക്ക് രാവിലെ തൊട്ടങ്ങ് ഇരിക്കാൻ പറയണം. 8 മണിക്കൂർ 10 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് അതും അൾട്രാ ഇൻവോൾവ്മെന്റ് ആയിട്ട് ഇരിക്കാൻ പറയണം. അതിന് ഡെമോ ആയിരിക്കണം. നിങ്ങൾ സ്കൂളിലോ പറയാം നിങ്ങൾക്ക് എന്താ പറയാ നമുക്ക് പിടിച്ച് നമ്മൾ തല്ലിയിരുത്തുന്നതും ഇൻവോൾവ് ചെയ്തിരുത്തുന്നതും വ്യത്യാസമാണ്. അപ്പൊ കൂടുതൽ ടൈം അപ്പൊ രാവിലെ ആകുമ്പോൾ കുറച്ചും കൂടി കാമൻകായിട്ടായിരിക്കും പല ഇതായിട്ട് ഇരുത്തി അങ്ങനെ ഇരുത്താൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തത്. ഇവിടെ ഈ ക്ലാസ് റൂം ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും ഉണ്ടാവില്ല. അവിടെയൊക്കെ ഒറ്റയ്ക്ക് ഇരുത്തുന്നു. ഒറ്റയ്ക്കായിട്ട് ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്തു. ഒരു ദിവസം ഇത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റി. അപ്പൊ അത് ആ ഡെമോയിൽ നമുക്ക് എക്സാമിന് വിളിക്കും. എക്സാമിന് എത്രയാണ്? 20-ാം തീയതിയാണ് ഫിസിക്സ്, 21-ാം തീയതി ഇത് ചെയ്യുന്നു. ക്ലാരിറ്റി ഉണ്ടാവും. എനിക്ക് 6 മണിക്കൂർ ഇരിക്കാൻ പറ്റില്ല, എനിക്ക് പറ്റില്ല, 3 മണിക്കൂർ പറ്റുള്ളൂ. ഞാനത് പ്രാക്ടീസ് ആദ്യ ദിവസമായിട്ട് പ്രാക്ടീസ് ചെയ്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആവില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻവോൾവ്മെന്റ് എന്ന് പറയും. അങ്ങനെ പറ്റും. ചിലർക്ക് പറ്റും, ചിലർക്ക് ഒരു അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ പറ്റും. ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കിട്ടിയോ? 90% completion. 99% completion. കിട്ടിയോ? ലക്ഷ്മിക്ക് കിട്ടി കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് കിട്ടി. മോനെ കിട്ടിയോ? ജ്യൂസാണ് അതിന്റെ 95% ഞാൻ മിക്സ് കൊടുത്തു. എന്നിട്ട് 5% തരാം എന്ന് പറഞ്ഞാൽ 5 ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പൊ പുറത്ത് നോക്കാം. അപ്പൊ എത്രയുണ്ട് നീസ്റ്റ് കോൺസെൻട്രേഷൻ? 5. ഫസ്റ്റ് കേസ് എന്താ? അത് കിട്ടിക്കാൻ 99%
കംപ്ലീഷൻ വേർഡ് എഴുതണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല, നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, എന്നിട്ട് അവിടെ R0 എഴുതുക, R നമുക്ക് ഡൗട്ട് ഉള്ളതാണ് നമ്മൾ എഴുതുന്നത്. പിന്നീട് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം കേട്ടോ. വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ നേരെ തിരിച്ചത് നേരെ ശരിയാ. അങ്ങനെയാണ് ഈ കഴിഞ്ഞ കണ്ടോ ഏകർമ്മ അതാക്കിയിട്ട് ലാസ്റ്റ് ഇക്വേഷൻ അടുത്തത് എങ്ങനെയായിരിക്കും? ആദ്യം ഹെഡിങ് ഒന്ന് കൊടുക്കണം. നിങ്ങൾ പ്രസന്റേഷൻ കൂടി നോക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ അടുത്ത് തന്നെ കേട്ടോ. നിങ്ങൾ എഴുതുന്ന സമയത്ത് ഹെഡിങ് ഒക്കെ ആയിട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങൾ 90% കംപ്ലീഷൻ അല്ലെ, 99% കംപ്ലീഷൻ കിട്ടിയാൽ മതി. ചെയ്തില്ലേ? മനസ്സിലായോ? ഹെഡിങ് ഇനി നെക്സ്റ്റ് എന്ന് ക്ലാസ് വെക്കുന്നു ഈ 3 ചാപ്റ്റേഴ്സ് ഫുള്ള് ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കണം. ഫസ്റ്റ് കേട്ടോ ഓർക്കുക. ദെൻ ഈ 3 ചാപ്റ്ററിൽ എല്ലാ ഇക്വേഷനും ചെയ്തിരിക്കണം. ഫുൾ ക്വസ്റ്റ്യൻ കേട്ടോ. ഏതിന്റെ ഈ ബുക്ക് ഈ ബുക്ക് വേണം എന്ന് പറയുന്നത് മുഴുവൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. എല്ലാ ഇക്വേഷനും ഒരുമിച്ച് എഴുതാൻ പറ്റണം കേട്ടോ. എല്ലാ ഇക്വേഷനും ഒരുമിച്ച് എഴുതാൻ പറ്റണം. അപ്പോ ഇനി വരുന്ന സെക്ഷൻസിൽ ഇതുപോ ഈ ഓർഡറിൽ തന്നെ പോകാൻ വേണ്ടിയിട്ടാണ്. അത് കറക്റ്റ് ആയിട്ട് കിട്ടണം. ക്ലിയർ ചെയ്യണം. ഇപ്പൊ എഴുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ ആദ്യം പ്രസന്റേഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ശ്രദ്ധിക്കുക, പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ ഇക്വേഷൻ ആദ്യം എഴുതണം. K equal to 2.303 by T log R0 by R. നേരെ അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. കാരണം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും അറിവ് വന്നാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അല്ലേ, ഇതിന് പകരം ചെറിയ മാർക്കൊക്കെ കറക്റ്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി ആദ്യം പേര് വെക്കുക. ഇനി ഇതിൽ ഫസ്റ്റ് കണ്ടീഷൻ എഴുതി വെക്കുക 99% കംപ്ലീഷൻ. അങ്ങനെ പറഞ്ഞ ആദ്യത്തെ ഹെഡിങ് എഴുതി വെക്കുക. R0 എടുത്ത് എഴുതി വെക്കുക. കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് R0 ആണ്. R0 100 ആണ്. R എത്രയായിരിക്കും അപ്പോ? 100 മൈനസ് 99 1. ഓക്കെ, അങ്ങനെ കറക്റ്റ് ആയിട്ട് ക്ലാരിറ്റിയിൽ എഴുതാം. നേരെ അപ്ലൈ ചെയ്യാം. ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടോ അവിടെ നേരെ അപ്ലൈ ചെയ്യാം. ആദ്യത്തെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞു. T log മിക്കപ്പോഴും ഇവിടെ T 99% ഇങ്ങനെയാണ് ഇത് ഉണ്ടാവും. log 100 by 1. log 100 by 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? log 2 ആണ്. then ഇത് ഇക്വേഷൻ 1. കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതാൻ നോക്കുക. അടുത്ത 90% കംപ്ലീഷൻ ഹെഡിങ് എഴുതാം. R0 R എഴുതാം. R0 എത്രയായിരുന്നു? 100. R എത്രയാ? 100 മൈനസ് 90. സ്റ്റെപ്പ് കറക്റ്റ് ആവണം, പാറ്റേൺ കറക്റ്റ് ആവണം. എനിക്ക് മാർക്ക് കിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കണ പോലെയല്ല. നിങ്ങൾ കറക്റ്റ് നല്ല ഭംഗിയിൽ എഴുതാം. സ്കെയിലൊക്കെ യൂസ് ചെയ്യാം. ഇവിടെയൊക്കെ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ മാർക്ക് ഏതൊക്കെ ഒരു എന്താണ് സ്കെയിൽ കൊണ്ട് ചെയ്യാം കേട്ടോ. നല്ല രസമായിട്ട് ചെയ്യാൻ നോക്കാം. then K equal to എന്ത് വരും? 2.303 by T 90% അല്ലേ. log എത്ര വരും? 100 by 10. log 1 വരും അല്ലേ. സെക്കൻഡ് ഇക്വേഷൻ. അത് കഴിഞ്ഞിട്ട് ഫൈനൽ ഇക്വേഷൻ വരുമ്പോൾ log ഇക്വേഷൻ 1 and ഇക്വേഷൻ 2 കൺസിഡർ. ഇക്വേഷൻ 1 and 2 അങ്ങനെയൊക്കെ എടുത്ത് എഴുതി തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വരും അല്ലെ? K ഈക്വൽ സെയിം ആണ് അല്ലെ. അപ്പോ ഈ ഇക്വേഷൻ നേരെ ഈക്വൽ ആയിട്ട് കൊടുക്കുക. 2.303 കട്ടായി പോയി. ഇവിടെ 2 വന്നു. T എന്തായിരുന്നു അല്ലെ? 90% ഡിവൈഡ് ബൈ 90 is equal to കറക്റ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ അങ്ങനെ പ്രൂവ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. നന്നായിട്ട് പഠിക്കാൻ നോക്കുക കേട്ടോ. കറക്റ്റ് ആയിട്ട് ടൈം ടേബിൾ ഒക്കെ നന്നായിട്ട് സേവ് ചെയ്ത് ക്ലിയർ ചെയ്തു കേട്ടോ.